വിസ്മയമൊന്നും വരവ്. ജാതികൾ, മതത്തിന്, രാഷ്ട്രീയത്തിൻ്റെ വേർതിരിവുകളില്ലാതെ ഒരേ മനസ്സോടുകൂടി നമ്മൾ കേരളീയ ഓരോ ഓണക്കാലവും ഒരു ഉത്സവമാകുന്നു. ഓണത്തെക്കുറിച്ച് പറയാൻ, ഓർക്കാൻ ഓരോ മലയാളിക്കും ഉണ്ടാകും അവരവരുടേതായ ഒരു ഓർമ്മ, സുഖമുള്ള ഒരു പിടിയോർമ്മ. ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും ഓർമ്മകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാവും ഇതുപോലെയുള്ള നമ്മുടെ ഓണാഘോഷം. നമ്മൾക്ക് അങ്ങനെ ഓർക്കാൻ, എന്നും ജീവിതത്തിൽ ഓർമ്മിക്കാൻ ഒരു ദിവസം കൂടി. ഈ ഒരു ദിവസം ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ 2 നിങ്ങളുടെ മുന്നിൽ ഒരു എളിയ കലാരൂപം അവതരിപ്പിക്കുന്നു. വരും കാലങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരുടെയും ഓണത്തിൻ്റെ ഓർമ്മകൾ ഞങ്ങൾ നിങ്ങളുടെ ഈ ഒരു എളിയ ശ്രമം കൂടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ 2 അവതരിപ്പിക്കുന്നു. പാതാളം കടന്ന് ഭാവിക്കുന്നു. നല്ലൊരു ഓണായിട്ട് മാവേലി എവിടെ പോയി? മാവേലി മാവേലി ഇയാൾ എവിടെ പോയി കിടക്കുക? ഈ മാവേലിയെ കൊണ്ട് തോറ്റു. ഈ ഫാൻസി ഡ്രസ്സിൽ അവർ പോയാലേ നാട്ടുകാരെടുത്ത് കൈവെക്കും. ഈ വേഷത്തിൽ കുഴപ്പം സംഭവത്തിന് പഴയ കാലത്തുണ്ട്. ഇപ്പോഴത്തെ സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ. മതി. പട്ടി കഞ്ഞി വെള്ളം കുടിക്കൂല. കഴിഞ്ഞ തവണ ഈ വേഷത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അറിയാതെ ഉണ്ടായതെന്താണ്? ശരിയാ, വെറുതെ അതുകളുടെ കൈക്ക് നീ പണി ഉണ്ടാക്കണ്ടല്ലേ? ഇപ്പോഴത്തെ ഓണൊക്കെ ഒരു ഓണാണ്. പണ്ടൊക്കെ ആയിരുന്നു ശരിക്കും പൂവിളികളുമായി പാടത്തും പറമ്പത്തും ഓടി നടക്കുന്ന കുരുന്നുകൾ, തൊടിയിലെ മാവിൻ കൊമ്പിൽ തൂങ്ങിയാടി ഓണത്തിന്റെ വരവറിയിക്കുന്ന ഊഞ്ഞാലുകൾ, തൂഷണിലെ തുമ്പിൽ വളർത്തിയ ഇഞ്ചി കറിയും തുമ്പപ്പൂ ചോറും ഒരു പിടി പിടിച്ച് ഓർക്കുമ്പോഴേ വായിലേക്ക് വെള്ളം വരുന്നു. അല്ലേ? എന്താ തിരുമേനി, അങ്ങനെയല്ലേ? ഞാൻ വായിലെ നയത്തിന്റെ തിരിയിരിക്കണം. തിരുമനസേ, മാവേലി തിരുമനസേ, ഓയ്. ഇതാരാ? പാതാളത്തിന് കള്ളന്മാരോ? ഇതാരാത്? ഇതെന്ത് വേഷം? നാട്ടിലേക്ക് തന്നെയാണോ പോകുന്നത്? എന്റെ ഇങ്ങനെ സിമ്പിളായിട്ട് ഡ്രസ് ധരിക്കുന്ന മാവേലിയൊന്നും നാട്ടിൽ ഇഷ്ടമല്ലേ? ഡോണ്ടിലേക്ക് ദേവിയേ, കേരളമേ, ഞങ്ങളിതാ വരുന്നു. നമ്മളൊരു സ്ഥലം മാറിപ്പോയി തോന്നുന്നു കേട്ടോ. നമ്മളെ തമ്മിലൊക്കെ തോന്നുന്നു നിറച്ച് കുണ്ടും കുഴിയും ഒക്കെ. ഇത് കേരളം തന്നെ. ആ കാണുന്നത് നാഷണൽ ഹൈവേ ആണ്. റോഡുകളുടെ ഒരു അവസ്ഥയെ. അതെന്താ അവിടെ കുറെ കുട്ടികൾ എന്താ പരിപാടി? അതെ, തിരുവാതിരയാണെന്ന് തോന്നുന്നു തിരുമേനി. വന്ന വഴിയെ നല്ല കാഴ്ച മാത്രമോ കാണുന്നത്? ശരിയാ തിരുമേനി, എല്ലാം നല്ല കളേഴ്സാ. ഓക്കേ. ഓപ്പ ഗംഗം സ്റ്റൈൽ. ഇതേറെ ഈ പാട്ടത്തിൽ ഇവർക്ക് വേറെ ഒരു അസുഖമുണ്ടോ? മുതിരയുടെ പാത കയറിയതാണെന്ന് തോന്നുന്നു തിരുമേനി. അവര് യാത്രാക്ഷീണം കൊണ്ട് വല്ലാത്തൊരു വിശപ്പ്. നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ കയറി എന്തെങ്കിലും കഴിച്ചാലോ?
ശരിയാ. കുറെ നാളായതോ നിങ്ങളൊക്കെ സ്വാദം കഴിഞ്ഞിട്ട്. അങ്ങോട്ട് നോക്കും മാവേലി, ഒരു ഹോട്ടല് മാമിയ. ഈ മാമയുടെ എന്ത് പേരായിരുന്നു. വാ എന്തായാലും കഴിച്ചു നോക്കാം. നല്ല അടിപൊളി സൂപ്പർ ഫുഡ് അല്ലേ? സൂപ്പറൊക്കെ, പക്ഷെ പോണം വരെ കൂടി കൊടുക്കേണ്ടി വന്നു. എന്തു പറ്റി തീരുമാനിച്ചാൽ? എനിക്കെന്തോ വയറ് ചെറിയൊരു ഇളക്കം പോലെ. എന്റെ പൊന്നു മാവേലി, ഇവിടെ ഇപ്പൊ സ്വന്തം വീട്ടിലെ കക്കൂസിൽ അന്യരെ കേട്ടത് എന്ന് പറയുന്ന തൊമ്മൻ ചാണ്ടിയുടെ ഭരണമാണ്. കക്കൂസിൽ കാവൽ നിൽക്കുന്നത് പട്ടാളാണ്. മാവേലി ദേണ്ട ഒരു ആശുപത്രി, അവിടെ കയറി നോക്കിയാലോ? ഡോക്ടർ ഒന്ന് കാണാൻ നല്ലതാ. എനിക്ക് പേടിയാ. നല്ല ധൈര്യശാലിയായ ചക്രവർത്തി. അങ്ങനൊന്നും ഉണ്ടാവില്ല മാവേലി, അത് വരിക. ഡോക്ടറെ ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ട്. അയാളവിടെ നിൽക്കട്ടെ. സൂസി ഇന്ന് ചോദിക്കട്ടെ. എന്തിനാ ഡോക്ടറെ? പുരുഷ തിരിച്ചു പോയോ? പോയി. നല്ല മനുഷ്യൻ, വേഗം മരിച്ചാൽ മതി. ആരോടാ ചോദിക്കാതെ മുറിയിലേക്ക് വരുന്നത്? അയ്യോ ഡോക്ടറെ, ക്ഷമിക്കണം. ഡോക്ടർ പരിശോധനയിലാണെന്ന് അറിയില്ല. മാവേലി തമ്മിലാണ് തീരെ വഴി തോന്നുന്നു. വേഗം നോക്കണം. എന്ത് പറ്റിയതാ? ഒരു ഹോട്ടലിൽ കയറി കണ്ടതെല്ലാം വാഴ വെച്ചിട്ട് തിന്നിട്ടാണ് തോന്നുന്നു. ഇപ്പൊ നിൽക്കാനും വയ്യ, നിൽക്കാനും വയ്യ. ഞാനും നോക്കട്ടെ. ഇന്നുകൂടെ വയറോട് വാശിയായിരിക്കും. സിസ്റ്ററെ, അകത്തേക്ക് കയറി പോയിക്കോ. എന്റെ മാവേലി പാർട്സൊക്കെ ആകെ പോയിരിക്കുകയാണോ? എന്തായാലും നിങ്ങൾ പോയി രക്തം, കവർ, മൂത്രം എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് വാ. ഞാൻ നോക്കട്ടെ. ഇനിയിപ്പോ ലാബൊക്കെ അവിടെ പോയി അന്വേഷിക്കും. ശരി, വാ നോക്കാം. മാവേലിക്ക് അത് മുട്ടുകുറ്റിയല്ല, അതാണ് SLR ക്യാമറ. ഇപ്പൊ ഈയിടെയായിട്ട് കുറെ പറഞ്ഞമാർ അത് എടുത്ത് അടുന്നുണ്ട്. മോനെ, ഈ അഡ്രസ് ഒന്ന് പറഞ്ഞുതരാം. സ്ഥലം അറിയില്ലെന്നാണോ? അല്ല വായിക്കാൻ അറിയില്ല. അതിനാണെങ്കിലും ചോദിക്കുക. ശരിയല്ലേ? ഒരു പരിഷ്കാരം. മാവേലി ഒരു ലാബ്. എന്തോ ലാബ്. Excuse me, sir. May I help you? ചുഴലിയാണെന്ന് തോന്നുന്നു. ടെസ്റ്റ് ചെയ്യാനായിരുന്നു. ഇവിടെ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുമോ? Ring ചെയ്യൂ. ഞാൻ സാറിനോട് ചോദിച്ചിട്ട് വരാം. ഈശ്വര, റോഡ് റാഷ് കളിക്കുന്നതിന്റെ ഇടയിൽ കോൺസെൻട്രേഷൻ കളഞ്ഞ് ആക്സിഡന്റ് ആക്കിയെന്ന് പറഞ്ഞ് ചിത്ത പറയാതിരുന്ന മതിയായിരുന്നു. സോറി സർ, ശരിക്കും ഞാൻ വരാൻ പോകുന്ന ട്രിപ്പിന്റെ കൂട്ടം ഡിസൈഡ് ചെയ്ത് ഭയങ്കര വർക്കാണ്. ആക്സിഡന്റ് ആണ്.
പേഷ്യൻ്റായിട്ട് നേരിട്ട് സംസാരിക്കുന്നതാണ് ചെയ്യും. ഞാൻ ഇടയ്ക്ക് അഭിപ്രായമാണെങ്കിൽ മാത്രം പ്രോട്ടീൻ്റെ കുറവ് കാണുന്നുണ്ട്. രക്തം ടെസ്റ്റ് ചെയ്യാൻ ഇഞ്ചക്ഷൻ എടുക്കാം. അയ്യോ ഇഞ്ചക്ഷൻ വേണ്ട, ഇഞ്ചക്ഷൻ വേണ്ട. അയ്യോ എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട. അതെ, പേടിക്കാനൊരു രക്തം എടുത്ത് ടെസ്റ്റ് ചെയ്താലേ നമുക്ക് കൂടുതൽ കുഴപ്പങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ആ കുട്ടി എന്തൊരു ഫോൺ പിടിച്ചു നടക്കുന്നത്? ആരൊക്കെയോ ചേർന്ന കുട്ടിയെ കളിയാക്കിയെന്നോ തുറിച്ചു നോക്കിയെന്നോ അങ്ങനെ എന്തൊക്കെയോ ആൾക്കാർ പറഞ്ഞു നടക്കുന്നത്. ഓ, ഇവിടെ ഇത്രയും ദാരിദ്ര്യമാണോ? ഈ വയറുള്ളിലേക്ക് തോറ്റല്ലോ. ദിവ്യ ഇതുവരെ ഈ ബോർഡ് എടുത്ത് മാറ്റിയില്ലേ? ആ ബോർഡുള്ള കുറെ എണ്ണത്തിന്റെ ശല്യം ഒഴിഞ്ഞു. വൈകുന്നേ ആരാത്തടിയൻ അയാളുടെ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നു. ടെസ്റ്റ് ചെയ്യാൻ വന്നാന്ന് തോന്നുന്നു. എന്തൊക്കെയായാലും പുള്ളിയുടെ ടിപ്പ് ക്ലോസ് ചെയ്തിട്ടില്ല. ഓ, വല്ല കണ്ടന്റ് ഉണ്ടെങ്കിലല്ലേ ഡിപ്പ് ക്ലോസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അയ്യോ BBC വരുന്നുണ്ട്. ഇന്ന് 6 പേരാണാവോ? അല്ല, കാക്കയ്ക്ക് കത്തുന്നവരാണ്ട് വേറെ എന്തുണ്ടാവൂല. കിട്ടില്ല. നിനക്കറിയാലോ, ഒരു ദിവസം ചുരുങ്ങിയത് 19 പേരെ കുറ്റപ്പെടുത്തി ഉള്ളിൽ ഭയങ്കര സങ്കട. കുട്ടി ആ കുട്ടി അങ്ങനെ കുലുക്കി കുലുക്കി ചിരിച്ചുകൊണ്ട് പോകുന്നത് അതിപ്പോ ഇവിടുന്ന് അവനെ ചളി വന്ന് കിഴച്ചിരിക്കുന്നതാ. ചിരിപ്പിച്ച് കല ഉടയ്ക്കാതിരുന്നാ മതിയായിരുന്നു. എന്താ ഇവിടെ റിസോഴ്സസ് ഇവിടെ ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക സർ. ആ ഓക്കെ. നിങ്ങൾ ഒറ്റയ്ക്കോ ഇതെങ്ങനെ ടെസ്റ്റ് ചെയ്യാനും കുഴപ്പമില്ല. എത്ര സമയം വേണമെന്നാണ് പറഞ്ഞാൽ നിങ്ങൾ ഏത് വസ്തു വേണമെന്ന് തുടങ്ങിക്കോ. മൊത്തം എത്ര സമയമാണെന്ന് മാത്രം പറയൂ, അതിനെ ചോദിച്ചോളൂ. സർ 1 മണിക്കൂർ. ഓക്കെ, അങ്ങനെയെങ്കിൽ അരമണിക്കൂറിൽ സംഗതി. അങ്ങനെപ്പോ ആകെ മൊത്തം ടോട്ടലായിട്ട് വരുമ്പോ ഒരു 5 മണിക്കൂറത്തെ വർക്ക് വരും. അതുകൊണ്ട് തന്നെ ഒരു 5000 രൂപയാണ് കേട്ടോ. ഇനി എന്തു കൊടുക്കും? എന്നെ നോക്കട്ടെ, ഞാൻ ഇട്ടിട്ടില്ല. ഒരുത്തനെ പറഞ്ഞ് വിട്ടോളൂ. ദേ അടുത്തത്. എന്താ ഇവിടെ? കണ്ടോളൂ ടെസ്റ്റിംഗ്. ഓക്കെ, കണ്ടിന്യൂ. തേങ്ങ എന്തൊരു തേങ്ങയുടെ വിട്ടാണ്. എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങളുടെ റിസൾട്ട് ഒന്ന് നോക്കി. എന്തോ ലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള അസുര രക്തം പോലും. അപ്പോ അങ്ങ് ആരാണ്? അപ്പോൾ ഇത്രയും നേരമായിട്ട് നിങ്ങൾക്ക് നന്ദി. നമ്മുടെ മന്ത്രിയെ മനസ്സിലായില്ലേ? നാം നിങ്ങളുടെ പഴയ രാജാവ് ബലി, മഹാബലി ചക്രവർത്തി. നിങ്ങളൊക്കെ അറിയണോ നമ്മുടെ ഈ ലാബ് പറയണം, നമ്മുടെ ഈ ലാബിനെ കിട്ടി. എടാ, നമ്മുടെ ലാബ് 2 തിരിക്കുന്നതാണോ? ഈശ്വര, സത്യമാണത്? എന്താണെന്ന് അറിയില്ല. എല്ലാ കാര്യങ്ങളും തീരുമാനമാണ് കേട്ടത്. ചെക്കപ്പും ടെസ്റ്റിനാണ് ഇവിടെ. സ്കാനിങ് എക്സ്റേക്ക് വേറെ സ്ഥലത്ത്. തിരുവനന്തപുരം ഇത്തവണത്തെ വരവ് ഏതായാലും വെറുതെയില്ല. ഇന്നത്തെ കാലത്തും തൊഴിൽ ചെയ്യുന്നിടം ഒരു കുടുംബമായി കരുതി ഇത്ര പരസ്പര സ്നേഹത്തോടും വിശ്വാസത്തോടും കഴിയുന്ന ഇവരൊക്കെ നമുക്ക് കാണാൻ സാധിച്ചല്ലോ. അതെ മകളെ,
നിങ്ങളുടെ കൂട്ടായ്മ മതിയാവുന്നത് കണ്ട് മനസ്സിൽ നിന്ന് തികച്ചും സന്തോഷത്തോടുകൂടി എനിക്ക് മടങ്ങണം. എന്താ നിങ്ങളെ കഴിച്ചത് ഈ പാവം രാജാവിൻ്റെ ഈ ചെറിയ ആഗ്രഹം നിങ്ങൾ നടത്തിയിട്ടില്ലേ? ഈ ചോദ്യത്തിന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒത്തുചേരലിൻ്റെയും ആഘോഷമായ എല്ലാ ഓണക്കാലത്തും നാം തീർച്ചയായും ഇതുപോലെ കൂടിച്ചേരുന്നു മനസ്സിൽ പലവരും പറഞ്ഞുറപ്പിച്ച് നമുക്ക് സന്തോഷത്തോടെ പിരിയാം. ഏവർക്കും സന്തോഷകരമായ ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.